അജിക്കുട്ട എവിടെ പോവാ? സ്കൂളിൽ എന്താ വിശേഷം? കപ്പിൾ ഡാൻസ് ആണോ കുഞ്ഞിന്റെ ഡാൻസ്? ഓ കുഞ്ഞിന് വയ്യ ഇല്ലയോ? കുഞ്ഞിന് ഇങ്ങോട്ട് മാറാ, അപ്പൊ വണ്ടി എടുക്കുന്ന കുഞ്ഞിന് ഷർദിലൊക്കെ ആയിരുന്നു. എങ്കിലും കുഞ്ഞ് ഡാൻസ് കളിക്കാൻ പോവാ മെടുക്കാനായിട്ട്. നല്ലോണം കളിക്കണേ, അമ്മച്ചി അങ്ങ് വരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പോഴല്ലേ അമ്മയൊന്ന് റെഡി ആവട്ടെ. റെഡി ആയിട്ട് അമ്മച്ചി അമ്മുമ്മയും അപ്പൻ്റെ കൂടെ അങ്ങ് വരും. ഇപ്പം അപ്പം മോനെ കൊണ്ടുവിടും. മോന് മേക്കപ്പൊക്കെ ചെയ്യണ്ടേ, ഡ്രസ്സൊക്കെ ചെയ്യണ്ടേ. ഇപ്പം തന്നെ താമസിച്ച് വയ്യാത്തോണ്ടേ പതുക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞു മാം. അതാ കേട്ടോ. അപ്പുച്ചേട്ടൻ വരുന്നുണ്ടല്ലോ. അപ്പുച്ചേട്ടനും അന്യമ്മയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ബാക്കിലോട്ടാക്കണോ? മതിയോ? ബെൽറ്റ് പിടിച്ചോ. അജിക്കുട്ടൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ എത്തിയെങ്കിലും അപ്പോഴേ നല്ല ക്രൗഡായിരുന്നു. കുറച്ച് ബാക്കിലായിട്ടാണ് സീറ്റ് കിട്ടിയതേ. എല്ലാവരും അതിൽ ക്ഷമയോടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് വേണം എല്ലാവരും കൂടെ നിൽക്കാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് ഇനി പോകുന്നത് ഇന്തോനേഷ്യ എന്ന വിശാലമായ ദ്വീപസമൂഹത്തിനുള്ളിലെ ഒരു കൊച്ചു സ്വർഗമായ ബാലിയിലേക്കാണ്. അതിഥികളെ ദൈവത്തെ പോലെ കരുതുന്ന ഉദാരമനസ്കരായ മനുഷ്യരാണ് ബാലിയുടെ മുഖമുദ്ര. നരേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ അജിക്കുട്ടൻ കുനിഞ്ഞ് ഡാൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഇന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് തന്നെ നല്ല ടെൻഷനായിരുന്നു. രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത വൊമിറ്റിംഗ് ആണ്. പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഒരുവിധം ഓക്കെ ആയപ്പോഴാണ് മേക്കപ്പ് ചെയ്യാൻ വിട്ടത്. പെയർ ഡാൻസ് കൂടെ ആയതുകൊണ്ട് തക്ക സമയത്ത് ഒരാൾ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ ഒരു പെർഫോമൻസിനെ തന്നെ ബാധിക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റി. പക്ഷേ ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ആളിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നേ. അതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു മോന്. അത് കാരണം കൂടുതലും കുനിഞ്ഞു നോക്കിയാണ് ഡാൻസ് കളിച്ചത്. അജിക്കുട്ട എവിടെ പോവാ ഇന്ന്? സ്കൂള്. എന്തിനാ? ആരുടെ? എങ്ങനുണ്ട് ഇപ്പം? ഇങ്ങോട്ട് നോക്കി. ചന്ദ്രൻ ആണോ? ചന്ദ്രൻ ഫോക്കസ് ചെയ്ത് വരുന്നോ? നോക്കട്ടെ. ആ സത്യമാ കുഞ്ഞു പറഞ്ഞത്. ആ കുഞ്ഞിന്റെ കൂടെ വരുന്ന ചന്ദ്രൻ അല്ലേ അജു? മേലോട്ട് നോക്ക് കണ്ണാ.
വെള്ളം വന്നതൊക്കെ മാറിയോ? അതുകൊണ്ടാണോ കുഞ്ഞു നല്ല കുരിഞ്ഞു നിന്ന് കളിച്ചേ? അന്നോ അജുവേ? ലൈറ്റിലോട്ട് നോക്കുമ്പം ഇന്നും അജുക്കുട്ടന് കണ്ണിന് അസ്വസ്ഥതയുണ്ട്. അപ്പുക്കുട്ടൻ്റെയും അജുക്കുട്ടൻ്റെയും ആനുവൽ ഡേ ഇത്തവണയും 2 ദിവസമായിട്ടാണ്. KG സെക്ഷൻ്റെ ഒരു ദിവസവും 1ാം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികളുടെ മറ്റൊരു ദിവസമായിട്ടാണ് ആനുവൽ ഡേ കണ്ടക്ട് ചെയ്യുന്നത്. അജുക്കുട്ടനാണെങ്കിൽ അപ്പുച്ചേട്ടൻ്റെ ഡാൻസ് എപ്പോഴാന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിലും കുറച്ച് ഡിലേ ആയി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. CCA സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ആദ്യം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരാട്ടെ പെർഫോമൻസ് ആണ്. ഇത് കണ്ടപ്പോഴത്തേക്കും അജുക്കുട്ടൻ കുറച്ച് ഉഷാറായി. അജുക്കുട്ട എന്തോ ഇവിടെ നടന്നേ? അജുക്കുട്ട അപ്പുച്ചേട്ടൻ്റെ ഡാൻസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണോ? അപ്പുച്ചേട്ടൻ വരുന്നടാ, എൻ്റെ മോനെ അപ്പുച്ചേട്ടൻ വരുന്നേ. അജുക്കുട്ട അപ്പുച്ചേട്ടൻ ഇപ്പൊ വരും, അതിന്റെ മേളിലൊക്കെ കേറും. അയ്യോ എത്ര നേരം കൊണ്ട് എന്റെ കുഞ്ഞ് വെയിറ്റ് ചെയ്യുവാ. ആഫ്രിക്കയുടെ വിശാല മരുഭൂമികളിൽ മനുഷ്യൻ താവളമാക്കിയത് പുതിയൊരു സംസ്കാരത്തിന് തുടക്കം നൽകി. അപ്പുച്ചേട്ടൻ്റെ ഡാൻസ് കാണാൻ അജുക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ഇത്തവണ അപ്പുക്കുട്ടൻ്റെ ഡാൻസിൻ്റെ തീമെന്ന് പറയുന്നത് ആഫ്രിക്കൻ ട്രൈബൽ ഡാൻസ് ആയിരുന്നേ. അജുക്കുട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഹലോ, എൻ്റെ അപ്പിച്ചടൻ്റെ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അജു. ഈ ഡാൻസ് കളിക്കുന്ന ഞങ്ങളുടെ 2 പേരുടെയും ഡാൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒറിജിനൽ പേര് അർജുൻ, അപ്പിച്ചേട്ടൻ്റെ ഒറിജിനൽ പേര് അമർനാഥ്. ഞങ്ങളുടെ സ്കൂളൊക്കെ അടിപൊളിയല്ലേ? എന്നാൽ ശരി, താങ്ക് യു. അംബ്ലീസ് വേൾഡ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.